പാഷനേറ്റ് ആയിരുന്ന മനുഷ്യരൊക്കെ എന്താ മാറിപ്പോകുന്നതെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം കുറേ പേര് പറയുന്നുണ്ട് എല്ലാവരും തന്നെ ഇഷ്ടത്തിന് നടക്കുന്നു, സ്വന്തം ജോലിയാവുന്നു, സ്വന്തം പൈസ ആവുന്നു, പിന്നെ എനിക്ക് ആ രീതിയിലൊക്കെ നമ്മൾ പല സ്ഥലത്തുനിന്നും കേൾക്കാറുണ്ട്. അപ്പം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പറഞ്ഞാൽ എന്തും ചെയ്യാം, എങ്ങനെയും ജീവിക്കാം എന്നല്ല അതിൻ്റെ ഒരു അർത്ഥം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ എത്തിക്കലി നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ വളരെ സന്തോഷപൂർവ്വം ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു സുഖം അതിനുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാൻ. ഇനി സ്ത്രീ സുരക്ഷ എടുക്കുകയാണെങ്കിൽ സ്ത്രീ സുരക്ഷയും അതുപോലെ തന്നെ എക്കോണമിക് ഇൻഡിപെൻഡൻസും അത് തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നാണ് തോന്നിയിട്ടുള്ളത്? ഇതിലെനിക്കൊരു പ്രശ്നമുണ്ട്. സ്ത്രീ സുരക്ഷ എന്നുള്ളത് നമ്മളോടല്ല ചോദിക്കേണ്ടത്, നമ്മൾ ഉപദ്രവിക്കുന്ന ആളുകളോടാണ് ചോദിക്കേണ്ടത്, അല്ലേ? എന്തുകൊണ്ട് ഉപദ്രവിക്കുന്നു എന്നാണ് ചോദിക്കേണ്ടത്. അതല്ലാണ്ട് സ്ത്രീ സുരക്ഷ നമ്മുടെ പ്രശ്നമല്ല, നമ്മളുടെ മിസ്റ്റേക്ക് അല്ല. ഇപ്പം ഏതൊരു സ്ത്രീ ഏത് അവസ്ഥയിൽ എങ്ങനെയായാലും ഏത് രീതിയിലായാലും ഉപദ്രവിക്കുക എന്നുള്ളതല്ല. അപ്പം സ്ത്രീ സുരക്ഷ വേണ്ടത് നമ്മളുടെ സൈഡിൽ നിന്നല്ല അത് നോക്കേണ്ടതെന്ന് തോന്നുന്നു. ഉപദ്രവിക്കാൻ വരുന്ന ആളുകളുടെ മാനസികാവസ്ഥയുടെ ഒരു പ്രശ്നമാണ്. ഞാൻ എപ്പോഴും ഓരോരോ ക്രൈം കേൾക്കുമ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, വളരെ ചെറുപ്പം മുതൽ ഇതിപ്പം പെട്ടെന്നൊരു വലിയ സൊസൈറ്റിയിൽ കുറേ കാലങ്ങളായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യരെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ചെറുപ്പം മുതൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ മുതൽ ആ ഒരു ആൺ പെൺ എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കേണ്ട ആളുകളല്ല. നമ്മളെല്ലാവരും സഹജീവികളാണ്, നമ്മളെല്ലാവരും ഒരുമിച്ച് മനുഷ്യരായിട്ട് ജീവിക്കേണ്ടവരാണ് എന്നുള്ള രീതിയിൽ മനുഷ്യരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും അതായിരിക്കും ഒരു ബെറ്റർ അവസ്ഥ, കുറച്ചും കൂടെ ബെറ്റർ. ഒരു കൂട്ടം നല്ല മനുഷ്യർ വളർന്നു വരുമല്ലോ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമുക്കറിയാലോ, നമ്മളൊക്കെ എവിടെ ട്രാവൽ ചെയ്യുമ്പോഴും എപ്പോഴും നമ്മൾ കുറച്ച് കെയർഫുൾ ആവാൻ ശ്രമിക്കാറുണ്ട്. അത് നമ്മുടെ ചുറ്റുപാടിനോടുള്ള നമ്മളുടെ പേടിയാണ്. അപ്പം ആ പേടി ഇല്ലാണ്ടാവണമെങ്കിൽ ഒരു ജനറേഷനെ തന്നെ അങ്ങനെ മുതൽ ജനിക്കുമ്പോൾ തന്നെ അങ്ങനെ വളർത്തിയെടുക്കേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല, ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷയും അത് തമ്മിൽ എന്തെങ്കിലും രീതിയിൽ റിലേറ്റഡ് ആണ് എന്ന് തോന്നിയിട്ടുണ്ട്? ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും സ്ത്രീ സുരക്ഷയും തമ്മിലൊരു കണക്ഷൻ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. പിന്നെ ആളുകൾ പറയുമായിരിക്കും, രാത്രിയും പകലും ഒക്കെ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ അവർ ശമ്പളം വാങ്ങിച്ചു തുടങ്ങി അവരുടെ ഇഷ്ടത്തിന് നടക്കുന്നു, വസ്ത്രം ധരിക്കുന്നു എന്നൊക്കെ പല സ്ഥലത്തും ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്നും ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വസ്ത്രമുണ്ടോ വസ്ത്രമില്ലേ, രാത്രിയാണോ പകലാണോ എന്നല്ല, അതൊരു ഉപദ്രവിക്കാനുള്ള ജീവിയല്ല സ്ത്രീ എന്ന് പറയുന്നത്. നമ്മളുടെ കൂടെയുള്ളൊരു സഹജീവിയാണ്. നമുക്കുള്ള അതേ ഇമോഷൻസും നമുക്കുള്ള അതേ പെയിനും നമുക്കുള്ള അതേ വേദനയും സങ്കടവും ദേഷ്യവും എല്ലാം ഉള്ളൊരു സഹജീവിയാണെന്ന് മനുഷ്യർ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതല്ലാണ്ട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസുമായിട്ട് സുരക്ഷയ്ക്ക് എനിക്ക് പേഴ്സണലി ഒരു ബന്ധമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. മാഡത്തിന് എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ല, ഫിനാൻസും സുരക്ഷയും തമ്മിൽ ബന്ധമില്ലേ? ഞാൻ എൻ്റെയൊക്കെ ആദ്യകാലം 91-ലൊക്കെ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന സമയത്ത് നമ്മളൊരു ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന നമ്മുടെ ഫിനാൻസ് നമ്മുടെ അനുസരിച്ചാണ് നമ്മൾ ട്രാവൽ ചെയ്തത്. മേ ബി ബൈ ട്രെയിൻ. അന്നേരം ഒത്തിരി വർഷങ്ങളോളം ഞാൻ ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അവിടെ സുരക്ഷ കുറവാണ്. ലേഡീസിന് തന്നെ പോകാന്ന് പറഞ്ഞാൽ വെരി ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. 3 ദിവസമൊക്കെ ഇപ്പം എനിക്ക് കൽക്കട്ട വരെ ട്രെയിനിൽ 3 days എനിക്ക് തന്നെ പോകാൻ പറ്റില്ലായിരുന്നു, ആരെങ്കിലും ഇല്ലാതെ. പക്ഷെ പൈസ ആയപ്പോൾ അല്ലെങ്കിൽ നമുക്ക് അതിനോടുള്ള ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോൾ നമുക്ക് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാം, നമുക്ക് പേടിക്കേണ്ട 2-3 മണിക്കൂറുണ്ട്. എൻ്റെ ഫീൽഡ് വെച്ച് ഞാൻ പറയുന്നത് 3 മണിക്കൂറുകൊണ്ട് നമുക്ക് എത്തുന്നു. സ്റ്റാർ ഹോട്ടലിൽ നമുക്ക് ബുക്ക് ചെയ്യാം, ഹോട്ടൽ അവിടെ നമുക്ക് പേടിക്കാനില്ല. അല്ലെങ്കിൽ നമുക്കൊരു 3 സ്റ്റാർ ഹോട്ടലിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് താമസിക്കാൻ പറ്റുള്ളൂ. ഈവൻ ഫോർ ദ ബിസിനസ് പർപ്പസ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലാതെ ആണെങ്കിൽ പോലും ഒരു ലക്ഷത്തിനാണെങ്കിൽ പോലും ഫിനാൻസ് വേണം. എന്നാൽ മാത്രമേ ലേഡീസിനും അതിൻ്റെതായ എന്താ പറയുന്നത് ഒരു ബാക്കപ്പ് ഉണ്ടാവുള്ളൂ. നമുക്കത് ഇപ്പോഴും നടക്കുന്ന കാര്യമല്ലേ. അപ്പോൾ അത് എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ വെച്ച് നോക്കുമ്പോൾ അത് രണ്ടും ലിങ്കാണ്, അത് ആവശ്യം തന്നെയാണ്. മേ ബി ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ലാത്ത ഒരു വൈഫിന് ചിലപ്പം വീട്ടിൽ നിന്നുണ്ടാകുന്ന ഒരു ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ സോറി, ഫ്ലൈറ്റിലാണെങ്കിലും സേഫ് ആണോ എന്ന് എനിക്ക് സംശയമാണ്. ഫ്ലൈറ്റിൽ സേഫ്
സേഫാണ്. ആക്ച്വലി ഫ്ലൈറ്റിൽ സേഫ് അല്ലാത്ത സമയത്ത് ഒരു നോട്ടം കൊണ്ട് നമുക്ക് സേഫ് ആക്കാൻ പറ്റും ആസ് എ ലേഡി. എനിക്ക് അങ്ങനെ ഒത്തിരി പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അടുത്ത് സൈഡിലിരിക്കുന്ന ആൾക്ക് ഒരു വുമൺ ലേഡിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന സാധാരണ നോർമലി ഉണ്ടാകുന്ന ഒരു അസുഖമുണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു നോട്ടം കൊണ്ട് മാത്രം നിർത്താം. അതൊക്കെ നമ്മളുടെ പേഴ്സണാലിറ്റിയാണ്, ലേഡീസിൻ്റെ പേഴ്സണാലിറ്റിയാണ്. അത് കണ്ടിട്ട് നമ്മളിങ്ങനെ ചുരുട്ടി ഇങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ ആ 2.5 മണിക്കൂറും നമ്മൾ അങ്ങനെ ഇരിക്കണം. അതല്ലാതെ നമ്മൾക്കത് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം അനുവിനോട് എനിക്ക് ഇത് പ്രതിഫലം, അതായത് ഇത് ചോദിക്കാൻ മടിയാണ്, പൈസ ചോദിക്കാൻ മടിയാണ്. ഞാൻ പറഞ്ഞു ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വെക്കണം, നോ പറയാൻ വേണ്ടിയിട്ട് ആളെ വെക്കണം. ഞാൻ നോ പറയാത്ത ഒരാളാണ്, പല കാര്യങ്ങൾക്ക് നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി നോ പറയാൻ ആളെ വെച്ചില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. അപ്പോൾ പിന്നെ ഞാൻ ചില കാര്യങ്ങളിൽ നോ പറയാൻ നമുക്ക് മാനേജർ പോസ്റ്റിലുള്ള ആരെങ്കിലും ബന്ധപ്പെടാൻ പറയും. അങ്ങനെ അവരാണെങ്കിൽ നോ പറയുന്നത്, അവർക്ക് പറയുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ലല്ലോ. ചില കാര്യങ്ങളിൽ നമുക്കത് പറയാൻ പറ്റില്ല സ്ത്രീകൾക്ക്, അത് തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. പ്രതിഫലം പൈസ വാങ്ങിക്കാതെ സിനിമയിൽ അഭിനയിക്കേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ പ്രൊഫഷനല്ലേ അത്. കുറേ സിനിമ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞതല്ലോ. ഞാൻ പറഞ്ഞത് ചെയ്യുന്നത് പൈസ വാങ്ങിക്കണം, നമ്മുടെ വർക്കിനുള്ള കൂലി കിട്ടട്ടെ. ഒന്നും കൂടുതലും ആർട്ട് വാല്യൂസ് ഉള്ള ഫിലിംസാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ചെയ്ത ചൈൽഡ് എന്ന് പറയുന്ന ഫിലിം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡ്സ് ഒക്കെ വന്നിട്ടുള്ള ഫിലിമാണ്. പക്ഷെ ആ സിനിമയ്ക്ക് ഒരു പ്രൊഡ്യൂസർ ഇല്ല. ഞങ്ങൾക്ക് ഓരോ ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് ഡയറക്ടർ വൈകുന്നേരം കത്തിച്ചെടുത്തിട്ട് ഇറങ്ങും എല്ലാ വീട്ടിലേക്കും. അടുത്ത ദിവസത്തെ ഷൂട്ടിൻ്റെ ചെലവിന് ഞങ്ങൾ ഇരിക്കുന്ന കസേരയായിട്ട് ഞാൻ വഴി കൂടെ നടന്നു പോകുന്ന ചേച്ചിയുടെ നൈറ്റി ഊരി വാങ്ങി എന്നെ വീതിച്ചിട്ടുണ്ട്, വേർത്ത നൈറ്റി വരെ. അപ്പം അങ്ങനെ ആ ഫിലിമിൽ ചെയ്തിട്ടുണ്ടാകും. എനിക്ക് തോന്നുന്നു സിനിമയിലേക്ക് എന്നെ അട്രാക്ട് ചെയ്തിട്ടുള്ള ഈ പല പല ക്യാരക്ടേഴ്സ് ചെയ്യാന്നുള്ളതാണ്. മണി ആയിരുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ തുടക്കത്തിൽ പല പല വേഷങ്ങൾ ചെയ്യാന്നുള്ളതായിരുന്നു. ഒരു പൈസയെ പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ കൊറോണയ്ക്ക് ശേഷമാണ്, കോവിഡിന് ശേഷമാണ് പൈസയെ പറ്റിയും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ പറ്റിയും എല്ലാം ആലോചിച്ച് തുടങ്ങിയതും അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങിയതും. അല്ലെങ്കിൽ പൈസ നമുക്ക് വളരെ അത്യാവശ്യമാണ്, നമ്മളുടെ ഒരു നീഡാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആഫ്റ്റർ കൊറോണയാണ്. അതുവരെ എന്താ വെച്ചാൽ അമ്മയോട് ചോദിക്കും, അമ്മ പെട്രോൾ അടിക്കണം, അമ്മ ഷോപ്പിങ്ങിന് പോകണം, ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ സിനിമയിൽ അഭിനയിച്ചിരുന്നെങ്കിലും പിന്നെ ഞാൻ ചെയ്ത ഫിലിംസൊക്കെ ഇങ്ങനത്തെ അക്കാഡമിക്കൽ ആർട്ട് ഹൗസ് ഫിലിംസാണ്. അപ്പം അവരെന്താണോ തരുന്നത് അത് മേടിക്കുക എന്നുള്ളതായിരുന്നു രീതി. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അത് എക്സാമ്പിളാക്കേണ്ടോ അത് ഞാൻ പറയുന്നതും അല്ല, എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു, എൻ്റെ അബദ്ധമായിരുന്നു, എൻ്റെ അറിവില്ലായ്മയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ റിയലൈസ് ചെയ്യണം, അത് ഡിമാൻഡ് ചെയ്യുക തന്നെ വേണം. അതാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. അത് എൻ്റെ മിസ്റ്റേക്കാണ്, അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യരുത്. അതെ, പിന്നെ നമ്മളെല്ലാവരും ഇപ്പോൾ നേരത്തെ അശ്വതി മാഡം പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഒക്കെ കാലത്താണ്. അപ്പോൾ വിമൻ എംപവർമെൻറ്റ് അല്ലെങ്കിൽ സ്ത്രീകളുടെ സക്സസ്, റെസീലിയൻസ്, ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി എത്രത്തോളം നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആ രീതിയിൽ വിമൻ എംപവർമെൻറ്റിന് വേണ്ടി? രണ്ട് കാര്യങ്ങളാണ്. സോഷ്യൽ മീഡിയയൊക്കെ നമുക്ക് നന്നായിട്ടും യൂസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ നെഗറ്റീവ് സൈഡ് എഫക്ട്സും ഒരുപാടുണ്ട്. സോഷ്യൽ മീഡിയയിൽ കൂടെ നമുക്ക് നമ്മളുടെ ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് സ്പ്രെഡ് ചെയ്യാനും അല്ലെങ്കിൽ നല്ല കുറേ കോസിന് വേണ്ടി നിൽക്കാനും സപ്പോർട്ട് ചെയ്യാനും അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതേസമയം അതിന് നമ്മുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് ആവശ്യമില്ല. നമ്മൾ പണി ഇപ്പം നമ്മളൊരു ലിറ്ററലി ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ബെഡ്റൂമിൽ നമ്മുടെ ബെഡിൽ കിടന്ന് പുതപ്പിൻ്റെ ഉള്ളിൽ ഇരുന്ന് നമുക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയച്ചിട്ടാൽ നമ്മളുടെ ജോലി തീർന്നു എന്ന് കരുതി മാറിയിരിക്കാൻ എന്നുള്ള ഒരു നെഗറ്റീവ് സൈഡായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പം ഒരാൾക്ക് നമ്മൾ കൂടെ പോയി നിന്ന് കൊടുക്കുന്ന ഒരു സപ്പോർട്ടും വെറുതെ ഒരു കമൻ്റ് ഇട്ട് കൊടുക്കുന്ന ഒരു സപ്പോർട്ടും രണ്ടാണ്. അപ്പം പോസിറ്റീവ്ലി ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, നെഗറ്റീവ് ആയിട്ടും ഒരുപാട്. ഈവൻ ഞാനൊരു ആക്ടറാണ്, അപ്പം ഞാനിടുന്ന വസ്ത്രങ്ങൾ, ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, ഞാൻ പറയുന്ന വാക്കുകൾ, ഞാൻ പറയുന്നത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന ഓരോ ആളുകളും അവരവരുടെ ശരിക്ക് വേണ്ടി അതുപോലെ ഞാൻ സംസാരിക്കണം എന്ന് വാശി പിടിക്കും. നിങ്ങൾ ഈ വസ്ത്രം ഇടരുത്, ഞാൻ പറയുന്ന വസ്ത്രം, അല്ലെങ്കിൽ നിങ്ങൾ നല്ല വസ്ത്രം, അത് അവരുടെ ആഗ്രഹമല്ലേ. അപ്പം അങ്ങനത്തെ കുറേ ഒരുപാട് നെഗറ്റീവ് സൈഡ് എഫക്ട്സ് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. നമ്മളുടെ ഇമോഷണലി മെൻ്റലി നമ്മളെ ഒരുപാട് തകർത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ. പക്ഷെ അതേസമയം നമ്മൾ കണ്ടതാണ് നമ്മളുടെ ഇവിടുത്തെ പല ഡിസാസ്റ്റേഴ്സും, നമ്മളുടെ ഫ്ലഡ് ആയാലും നമ്മളുടെ ലാൻഡ് സ്ലൈഡ് ആയാലും
പർപ്പസിനും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ. അപ്പം ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനാണെങ്കിലും മാം നേരത്തെ പറഞ്ഞ പോലെ കോവിഡ് സമയത്ത് ഓൺലൈനിലും സൂം കോളിലും ഒക്കെ നമുക്ക് വീട്ടിലിരുന്ന് നമ്മളുടെ ബ്രൈഡൽ വെയർ ചൂസ് ചെയ്യാൻ പറ്റുന്നു, നമ്മൾക്ക് വേണ്ട സാധനങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ഒപ്പം നമ്മൾ കെയർഫുൾ ആയിട്ടിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഷേർലി മാമിന്റെ അഭിപ്രായം എന്താണ് ഈ ഒരു വിഷയത്തിൽ? ആക്ച്വലി ഞാൻ വിചാരിക്കുന്നത് എന്നെ പോലെ ഇപ്പം അനുവിൻ്റെ പ്രൊഫഷണലല്ലോ എൻ്റെ ഒരു ഐഡിയ, എൻ്റെ പേഴ്സണൽ സോഷ്യൽ മീഡിയ പേജ് അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജോ ഫേസ്ബുക്കോ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഐഡൻറ്റിറ്റി ആണെന്നാണ്. എൻ്റെ ഐഡൻറ്റിറ്റി ആണ് അതിൽ കൂടി ലോകം കാണുന്നത് അല്ലേ. അപ്പം ഐ ആം വെരി കെയർഫുൾ അബൌട്ട് മൈ പേജസ്. നമ്മളുടെ ഒരു പോസ്റ്റിലും അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഫോട്ടോയും ഒക്കെ ഞാൻ സ്ക്രീൻ ചെയ്തിട്ട് ഞാൻ സമ്മതിച്ചിട്ട് മാത്രമേ ഇത് ഇടാറുള്ളൂ. എനിക്കങ്ങനെ കുറച്ച് അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ബിസിനസ്സിൽ സോഷ്യൽ മീഡിയ ഈസ് വെരി ഹെൽപ്ഫുൾ. നമ്മൾക്ക് പണ്ട് ചെയ്ത അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റുകൾ ഇപ്പം മാധ്യമക്കാരോട് ഉൾപ്പെടെ അവർക്കറിയാം. അഡ്വർടൈസ്മെൻറ്റ് പണ്ട് നമ്മൾ ഒരു ഷോപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഫുൾ പേജ് എടുത്ത് അഡ്വർടൈസ്മെൻ്റ് ആവുന്നത്. ഇപ്പം മന്ത്ലിയുള്ള ഡെയിലിയാണ് മന്ത്ലിയുള്ള എല്ലാ പേജുകളും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ വളരെ കുറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ മാത്രമാക്കി നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റൊക്കെ കുറയ്ക്കാൻ പറ്റി. ദ സെയിം നെഗറ്റീവ് സൈഡും അതിനുണ്ട്. ബിക്കോസ് നമ്മൾ ചെയ്യുന്നതിന് ഇന്ന് ഞാനൊരു ഡിസൈൻ ചെയ്ത് ഞാനത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് നാളെ രാവിലെ 7 AM പോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോൾ രാവിലെ 6:59 PM അതിനേക്കാളും ബെസ്റ്റ് ഒരു ഡിസൈൻ വേറൊരാൾ പോസ്റ്റ് ചെയ്തിരിക്കും. പണ്ട് അങ്ങനെയല്ല. ഫിനാൻഷ്യലി നമുക്ക് ഫിനാൻസ് കൂടെ ബിസിനസ് റൺ ചെയ്യുവാണെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് റിസ്ക് അല്ലെങ്കിൽ പണി കൂടുതലാണ്. നമ്മൾ ചെയ്യുന്നത് പെട്ടെന്ന് ഇതിൽ ബെസ്റ്റ് ആയിരിക്കണം സ്ട്രെസ്സാണ് കൂടുതൽ വരും. അതായത് ഒരെണ്ണം ചെയ്താൽ ഇതിനേക്കാളും അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത സീസണിലേക്ക് നമുക്ക് എന്താ ചെയ്യണം. ഇപ്പം സീസണൊന്നുമല്ല, എവരി ഡേ ഫാഷൻ ചേഞ്ച് ചെയ്യും. അപ്പം സോഷ്യൽ മീഡിയ അപ്പാർട്ട് ഫ്രം സോഷ്യൽ മീഡിയ ടെക്നോളജിയുടെ വളർച്ച അത് ഭയങ്കര നല്ല ബിസിനസ്സിന് മാത്രമല്ല എല്ലാവർക്കും നല്ലതാണ്. ഇപ്പോൾ AI ഒക്കെ വന്നിട്ടുണ്ട്. അത് വെച്ച് മോഡൽസിനെ വേണ്ട, ഞാനൊന്നും അതിലേക്ക് എത്തിയില്ല. എൻ്റെ നെക്സ്റ്റ് ജനറേഷൻ മകനൊക്കെ അതിലേക്ക് മാറണം എന്ന് പറഞ്ഞിട്ട് ബഹളമായി തുടങ്ങി. എനിക്ക് മോഡൽസ് ലൈവായിട്ട് വന്ന് ഫോട്ടോഷൂട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് തൃപ്തിയുള്ളൂ. അപ്പോൾ ആ ടെക്നോളജിയുടെ വളർച്ച 100% നല്ലതല്ലേ, നല്ലതാണ്. സോഷ്യൽ മീഡിയയെ പറ്റി ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഒരു കാര്യം പറയട്ടെ. ഇവിടെ ഒരു കൂട്ടം കുട്ടികളെ കണ്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്. ജനറലി പുതിയ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയിൽ ഭയങ്കര അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വാക്കാണ് ചേച്ചി ഇപ്പോൾ ഇതാണ് ട്രെൻഡിങ്, ചേച്ചി വൈറലാണ്, ചേച്ചി റീൽ ചെയ്യണം, ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ വാക്കുകൾ ഞാൻ കേൾക്കാറുണ്ട്. എനിക്ക് ഇത്രയും ദേഷ്യമുള്ള വാക്കുകൾ വേറെ ഇല്ല. പ്ലീസ് നിങ്ങൾ എല്ലാവരും എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, വൈറൽ ആവാൻ വേണ്ടിയിട്ടും ട്രെൻഡ് ആവാൻ വേണ്ടിയിട്ടും ജീവിക്കരുത്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഐഡന്റിറ്റി അത് കണ്ടുപിടിച്ച് അതിൽ തന്നെ നിൽക്കൂ. ഇത്രയും മക്കളടുത്ത് ഞാൻ പറയാണ്, നമ്മളുടെ ഐഡന്റിറ്റി നമുക്ക് എന്താണോ ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുന്നത് അതിനു വേണ്ടി നിൽക്കൂ. വൈറൽ ആവലും ട്രെൻഡ് ആവലും ഒന്നും വലിയ കാര്യമേ അല്ല. ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസമോ കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ മറന്നു പോകും, ആളുകൾ മറന്നു പോകും. നമ്മളൊന്നും വിചാരിക്കുന്നില്ലല്ലോ 2022 എനിക്കൊരു വീഡിയോ വൈറലായിരുന്നു എന്ന് പറഞ്ഞല്ല നമ്മൾ ജീവിക്കുന്നത്. അപ്പം ആ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിൽ നിന്ന് മാറ്റി നിങ്ങൾ എന്താണോ കൂടുതൽ നിങ്ങളുടെ റിയാലിറ്റിയും നിങ്ങളുടെ ലൈഫും ട്രൂ ടു യുവർ സെൽഫ് ആയിട്ട് ജീവിക്കാൻ ഒന്ന് ശ്രമിക്കണം. ഈവൻ സോഷ്യൽ മീഡിയയിലായാലും ഒരു ഫേക്ക് കളർഫുൾ ബബിളാണത്. അപ്പോൾ അതിൽ പെട്ടുപോവാണ്ട് നിങ്ങളുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ജീവിക്കണം എന്നാണ് എനിക്ക് ഇത് ബ്രേക്ക് ചെയ്ത് ഞാൻ പറഞ്ഞതായി ടോപ്പിക്ക് വന്നതുകൊണ്ട്. തീർച്ചയായിട്ടും. ഇനി എനിക്ക് വേറെ കാര്യം ചോദിക്കാം. ഇപ്പോൾ 2 പേരും ജോലി ചെയ്യുന്ന മേഖല എന്ന് പറഞ്ഞാൽ ഒരാൾ ഓൺട്രപ്രണർ ആണ് എന്ന് പറയാം, ഒരാൾ സിനിമയിലാണ്. ഈ 2 മേഖല എസ്പെഷ്യലി സ്ത്രീകൾ വരിക എന്ന് പറയുമ്പം അതിൽ ഒരുപാട് റിസ്കുകളുണ്ട്. പ്രത്യേകിച്ച് സൊസൈറ്റിയൊക്കെ പറയും ഇതൊക്കെ എന്തിനാണ്, ഇതൊക്കെ എവിടെ വരെ പോകും, നമുക്ക് നോക്കാം. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, സൊസൈറ്റി പ്രഷർ നമുക്ക് ഒരുപാട് വരാറുണ്ട് ഈ 2 മേഖലയാണെങ്കിലും. ഇതൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും സിനിമയിലേക്ക് വരുന്ന സമയത്ത് അതിനൊക്കെ ഇങ്ങനെ നേരിട്ട് വരുന്നതായിരുന്നു എൻ്റെ ചോദ്യം. ഉണ്ടായിരുന്നോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പട്ടാമ്പി നടുവട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഞാൻ സിനിമ പോലും കാണാത്ത ഒരാളായിരുന്നു ഞാൻ സിനിമയിൽ വരുമ്പോൾ. എൻ്റെ വീട്ടിൽ നിന്നും അങ്ങനെ സിനിമ കാണുന്ന ഒരു കൾച്ചറൊന്നുമില്ല. ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഞാൻ, അമ്മ, അനിയത്തി 3 സ്ത്രീകൾ മാത്രമുള്ള വീട്. അപ്പോൾ സ്ത്രീകൾ മാത്രമുള്ള
വീട്ടിൽ നിന്ന് സിനിമയ്ക്കൊക്കെ പോവാന്ന് പറഞ്ഞാൽ പിന്നെ തീർന്നു ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾ പിന്നെ മോശപ്പെട്ടവരാകും. അപ്പോൾ അത് കാരണം അങ്ങനത്തെ ഒരു ചുറ്റുപാടിലാണ് ഞാൻ ജനിച്ച് വളർന്നിട്ടുള്ളത്. ഈവൻ കോളേജിൽ പഠിക്കുമ്പോഴും ഞാൻ അങ്ങനെ ക്ലാസ് കട്ട് ചെയ്തൊന്നും സിനിമയ്ക്ക് പോകാത്ത ഒരാളെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ മൂത്ത കുട്ടി. അപ്പോൾ ഈ മൂത്ത കുട്ടികൾക്ക് എപ്പോഴും ഒരു പ്രശ്നമുണ്ട്, ഭയങ്കര കമ്മിറ്റഡ് ആയിരിക്കും അമ്മമാരുടെ വാക്കുകളോടൊക്കെ. അപ്പം ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്കൊക്കെ പോരുതെന്ന് അമ്മ പറഞ്ഞത് ഞാൻ ലിറ്ററലി അനുസരിച്ച് സിനിമയ്ക്ക് പോയിട്ടില്ല. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ടാണ് കൊച്ചിയിൽ വരുന്നത്. അത് കഴിഞ്ഞ് ഞാനൊരു MC ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. അങ്ങനെ അവിടുന്ന് എൻ്റെ സംസാരം കേട്ടിട്ടാണ് എന്നെ സിനിമയിൽ വിളിക്കുന്നത്. പട്ടാമ്പി ആ ഒരു വള്ളുവനാടൻ ഭാഷയില്ലായിരുന്നു. ആദ്യമൊന്നും സിനിമ പോയിട്ട് സീന് പോലും എൻ്റെ വീട്ടിൽ പറയാൻ സമ്മതിച്ചിട്ടില്ല. ഞാനാണെങ്കിലും അങ്ങനെയായിരുന്നു. ചേട്ടാ നിങ്ങൾ എന്താ ഈ പറയുന്ന സിനിമയോ എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു എൻ്റെ തുടക്കം ഉണ്ടായിരുന്നത്. ഞാൻ ചാനലിൽ DJ ആയിട്ട് വർക്ക് ചെയ്ത സ്ഥലത്ത് ഞാൻ കൈരളി TV വർക്ക് ചെയ്തിരുന്നു. അപ്പം അവരുടെ ഒരു സപ്പോർട്ടും അവരാണ് എന്നോട് പറഞ്ഞത് ഇതൊരു സേഫർ സ്ഥലമാണ്, നീ 4 ചുവരിൽ എത്ര സ്റ്റുഡിയോൻ്റെ 4 ചുമരിൻ്റെ ഉള്ളിൽ എത്ര സേഫ് ആയിരുന്നോ അതിൻ്റെ ഇരട്ടി സേഫാണ്, നീ ഒരു ഔട്ട്ഡോർ സ്പേസിലാണ്, ഒരുപാട് ആളുകൾ. അങ്ങനെ അവർ തന്നൊരു കോൺഫിഡൻസിലാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത്. ഇനീഷ്യലി അങ്ങനെ സപ്പോർട്ടൊന്നും ഒട്ടും ഉണ്ടായിരുന്നില്ല. എൻ്റെ നാട്ടിൽ നിന്നായാലും ഫാമിലിയിൽ നിന്നായാലും ഒക്കെ. നാട്ടുകാർ പിന്നെയും കുട്ടിക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്നുള്ള പോലെയാണ്. ഫാമിലിയിൽ നിന്ന് അങ്ങനെ സപ്പോർട്ട് ഒട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ അമ്മയും അനിയത്തിയും കൂടെ നിന്നു. അങ്ങനെയാണ് സിനിമ തുടങ്ങുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു പത്രത്തിലൊക്കെ വാർത്ത വരിക, TV-യിലൊക്കെ ഇൻ്റർവ്യൂസ് വരിക, അതൊക്കെ തുടങ്ങിയപ്പം പതുക്കെ ഫാമിലി ആളുകളൊക്കെ അംഗീകരിച്ചു തുടങ്ങി. നമ്മൾ സക്സസ്ഫുൾ ആവുമ്പോഴാണ് അംഗീകാരം കിട്ടിയിട്ടുള്ളൂ. അതുവരെ ആരും അംഗീകരിച്ചിട്ടില്ല. പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. നാട്ടിൻ പുറത്തുനിന്നാണ് വരുന്നത്, സിനിമയെ പറ്റി ഒന്നും അറിയില്ല. സൂപ്പർ സ്റ്റാർസിനെയും വലിയ വലിയ ആക്ടേഴ്സിനെയും അറിയാമെന്നല്ലാണ്ട് അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ലായിരുന്നു. ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കാൻ പോയി അവിടുന്ന് എന്നെ എല്ലാവരും ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ പിണങ്ങി പോകുന്ന ഒരാളാണ്. ഞാൻ അഭിനയിച്ചില്ല പടത്തിൽ. 3 days പോയി ചെയ്തിട്ട് തിരിച്ചു വരിക ചെയ്ത് ആരോടും പറയാതെ. അങ്ങനെ അവർ കുറേ ബഹളമൊക്കെ വെച്ച് അവരെന്നെ വെല്ലുവിളിച്ചിട്ട് ആ വാശിക്കാണ് ഞാൻ വീണ്ടും സിനിമകൾ ചെയ്തു തുടങ്ങിയത്. അപ്പം എൻ്റെ നാട്ടിൽ നിന്ന് സത്യം പറഞ്ഞാൽ സിനിമയിലേക്ക് ഒരു വഴി ഞാൻ തെളിച്ചു വന്ന ഒരാളാണ്. ഞാനാണ് നടുവെടുക്കുന്ന കൊച്ചിയിലേക്ക് ഒരു വഴി, സിനിമ വഴി ഉണ്ടാക്കിയത്. ഇപ്പം ഒരുപാട് പേര് മോഡലിങ്ങും സിനിമയും ടെക്നീഷ്യനായി ഡയറക്ടേഴ്സായിട്ടും ഒക്കെ വരുന്നുണ്ട് നാട്ടിൽ. അപ്പം എനിക്കത് ഓരോ ദിവസം എന്നെ പ്രൗഡാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ വന്ന വഴി നല്ലതായതുകൊണ്ടാണല്ലോ വീണ്ടും ഫാമിലിയും നാട്ടുകാരും ആക്സെപ്റ്റ് ചെയ്ത് കുടുംബത്തിൽ നിന്ന് ഒരാളെ വിടുന്നത്. അപ്പം ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട് തുടക്കകാലങ്ങളിൽ. സിനിമയ്ക്ക് പോകുന്നതായാലും രാത്രിയും പകലും യാത്ര ചെയ്യുന്നതായാലും അങ്ങനത്തെ കുറേ ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാനാണെങ്കിലും പുതിയൊരു നാട്ടിൽ ഹോട്ടലിലൊക്കെ പോയിട്ട് ആദ്യമായിട്ട് താമസിക്കുകയാണ്. അപ്പം ഹോട്ടലിലൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ ജീവിച്ച ഞാൻ ഒരു കൂട്ടം ആണുങ്ങൾ മാത്രം, ആണുങ്ങൾ ഇൻ ദ സെൻസ് സ്റ്റാഫുകൾ മുഴുവൻ, സ്ത്രീ സ്റ്റാഫുകളെയൊന്നും അധികം കാണാറില്ല രാത്രിയൊന്നും ഹോട്ടൽസിൽ. എപ്പോഴും റൂം ബോയ്സ് ആയാലും റെസ്റ്റോറൻറ്റിലായാലും റിസപ്ഷനിലായാലും ഒക്കെ പുരുഷന്മാർ. അപ്പം കുറേ പുരുഷന്മാരുള്ള ഒരു ഹോട്ടലിൽ താമസിക്കുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഫിയർ നല്ലോണം ഉണ്ടായിരുന്നു. ഡോറിൻ്റെ അടുത്ത് ചെയറൊക്കെ കൊണ്ടുവയ്ക്കും. ഇങ്ങാനും ഡോർ ആണെങ്കിൽ ശബ്ദം കേൾക്കുമല്ലോ, അപ്പം നമ്മൾ എണീക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചത്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഫിയറും ബുദ്ധിമുട്ടുകളും പല പല ലൊക്കേഷൻസും. പിന്നെ നമ്മൾ കേട്ടറിഞ്ഞ സിനിമ എന്ന് പറഞ്ഞാൽ സേഫ്റ്റിക്ക് വളരെ പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഈ ഒരു ഫിയറും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ഗ്രാജുവലി ഒരു സമയമെടുത്താണ് എനിക്കും ആ കോൺഫിഡൻസ് വന്നത്, എൻ്റെ ഫാമിലിക്കും ആ കോൺഫിഡൻസ് വന്നത്. ലക്കിലി നല്ല ആളുകളുടെ കൂടെ നല്ല കുറേ സിനിമകൾ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് പേര് ഹൊറിബിളായിട്ടുള്ള സ്റ്റോറീസും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം സേഫ്റ്റി എപ്പോഴും ഒരു കൺസേൺ ആണ്. ഇതുപോലെ റിസ്കുകൾ എടുത്ത് ഓൺടർപ്രണേഴ്സ് ആവാൻ താല്പര്യമുള്ള നമുക്ക് മുന്നിലിരിക്കുന്ന ഈ വനിതാ രത്നങ്ങളോട് എന്ത് മെസ്സേജാണ് മാഡത്തിന് കൊടുക്കാനുള്ളത്? ഞാനൊക്കെ ബിസിനസ് ചെയ്യുമ്പോൾ ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ എന്നുള്ള ഒരു മുദ്രാവാക്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പോരാ, ഡു സ്മാർട്ട് വർക്ക് ഓൾസോ. ഹാർഡ് വർക്കിനേക്കാളും കൂടുതൽ സ്മാർട്ട് വർക്കാണ് ഇപ്പോൾ വേണ്ടത്. സോ ഇപ്പോഴത്തെ കുട്ടികളോട് നിങ്ങളോടത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും അതായിരിക്കണം കൂടുതലും ചെയ്യേണ്ടത്. നമ്മൾ ഫിസിക്കലി ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നതിൽ കൂടുതലും സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്താൽ, ഇൻ്റലിജൻറ്റ് വർക്ക് ചെയ്താൽ നമ്മൾക്ക് ഇതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സ്റ്റാർട്ടപ്സ് തുടങ്ങാൻ പറ്റും. തുടങ്ങിയ ബിസിനസ് തന്നെ അതിനെ കുറച്ചുകൂടി ഡെവലപ്പ് ആക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഞങ്ങളൊക്കെ ഒരു 10-20 വർഷം ബാക്കിൽ ഉള്ള ആൾക്കാരാണ്. നിങ്ങൾ എന്തായാലും അതിനേക്കാട്ടിലും സ്മാർട്ടായി വരട്ടെ, അതിനേക്കാട്ടിലും നല്ല ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ
സോ മച്ച്. അനുവും കൂടെ ഒരു മെസ്സേജ്. ഞാനിപ്പോൾ ഇടയിൽ പറഞ്ഞ പോലെ തന്നെയാണ്, ഇടയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു തോന്നുന്നു, നമ്മൾ എന്ത് ജോലിയാണെങ്കിലും ബിസിനസ് വുമണോ ബിസിനസ് മാനോ ആക്ടറോ ഡാൻസറോ ടീച്ചറോ എവിടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതാണെങ്കിലും ഹ്യൂമാനിറ്റി എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും കൂടെ കൊണ്ടുവയ്ക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുന്നു. കൂടുതൽ എംപത്തറ്റിക് ആവും, കൂടുതൽ കൈൻഡ് ആവും, കമ്പാഷനേറ്റ് ആയിട്ട് ജീവിക്കും, കൂടെയുള്ള എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന രീതിയിൽ ആളുകളെ ഹേർട്ട് ചെയ്തല്ല സന്തോഷിക്കേണ്ടത്. അപ്പം നല്ല മനുഷ്യത്വമുള്ള നല്ല മനുഷ്യരായി ജീവിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ. നിങ്ങളെല്ലാവരും തുടങ്ങുന്ന ബിസിനസ് ആണെങ്കിലും വളരെ മനുഷ്യത്വമുള്ള നല്ല മനുഷ്യസ്നേഹികളായ ഒരു കൂട്ടം ബിസിനസ്സുകാരാവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ, ഏത് മേഖലയിലാണെങ്കിലും. ആൻഡ് ഒരു കാര്യം മനസ്സിൽ വെക്കുക, സമ്പത്തല്ല ആരോഗ്യവും നമ്മളുടെ മനസ്സമാധാനവുമാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഇതാണ് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഭാവി ഉണ്ടാവട്ടെ. എല്ലാവർക്കും സ്നേഹാശംസകൾ.